ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. ഗണേശൻ മന്ത്രി സാറേ, KSRTC ബസ്സിൽ നിന്നും എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഈ പറയുന്നത്. ഒന്ന് കേൾക്കൂ. KSRTC ബസിന്റെ ഭരണാധികാരിയായ ഗണേശൻ മന്ത്രി സാറോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. മന്ത്രി സാറേ, KSRTC ബസ്സിൽ TV ഒക്കെ ഫിറ്റ് ചെയ്തത് കണ്ടു, കുഴപ്പമില്ല, ഇരിക്കട്ടെ. എന്നാലും ചെറിയ റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകളിൽ TV വെച്ചതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും താല്പര്യമുള്ളവർ കാണട്ടെ. ബസ്സുകളിൽ TVയേക്കാളും കൂടുതൽ ആവശ്യം ജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളാണ്. അതായത് സീറ്റിന്റെ കൈവരികളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയത് ഒന്ന് റിപ്പയർ ചെയ്യുക. 2026 തിങ്കളാഴ്ച, അതായത് 5/1/2026 രാവിലെ 11നും 12നും ഇടയ്ക്ക് മാനന്തവാടിയിൽ നിന്നും വാളാട്ടേക്ക് പോകുന്ന ഒരു ബസ്സിൽ നിന്നും എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഇത്. ബസ്സിന്റെ സീറ്റിൽ ഞാൻ ഇരുന്നപ്പോൾ സീറ്റിന്റെ സൈഡിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ കൈവരിയിൽ കൊളത്തി എന്റെ ഫാന്റ് കീറിപ്പോയി. ഇതുപോലുള്ള അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കട്ടെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ പൊട്ടിപ്പൊളിഞ്ഞ സീറ്റിന്റെ കൈവരികളൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യുക. എൻ്റെ പൊന്നി ചേട്ടാ, നിങ്ങൾക്ക് വട്ടുണ്ട. വെറുതെ വീഡിയോ എടുത്തിട്ടൊരു കാര്യമില്ല. ഈ ഫിറ്റ്നസ് കാര്യങ്ങളെല്ലാം വരുന്നത് സ്വകാര്യ ബസ്സിനും ടൂറിസ്റ്റ് ബസ്സിനും മാത്രമാണ്. അതിൽ സർക്കാർ ബസ് പെടൂല. എത്രയോ സർക്കാർ ബസ് ഇൻഷുറൻസ് വരെ ഇല്ലാതെയാണ് ഓടുന്നുള്ളത്. വെറുതെ വീഡിയോ എടുത്തിട്ട് ഇങ്ങടെ കഷ്ണം പോയി ഇനി ശരിയില്ല എന്നല്ല പറഞ്ഞിട്ട് ഇതൊന്നും ഗതാഗത മന്ത്രിയൊന്നും കാണുന്നില്ല. കണ്ടാലും കണ്ണെടുക്കും. അവർക്ക് തൃക്കണ്ണുള്ളത് പ്രൈവറ്റ് ബസ്സിൻ്റെയും ടൂറിസ്റ്റ് ബസ്സിൻ്റെയും മേലെ മാത്രമാണ്. KSRTCൻ്റെ ഒന്നും കാണാൻ പറ്റില്ല. ഇനിയെങ്കിലും മനസ്സിലാക്ക്, ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ നടപടി എടുക്കൂലെന്ന്. ഒരിക്കലും എടുക്കൂല, ഒരു കാര്യമില്ല. അതേ സ്ഥാനത്ത് പ്രൈവറ്റ് ബസ് ഒന്ന് ഹോൺ അടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് കത്തിയാൽ അപ്പോൾ വരും. പെർമിറ്റും ക്യാൻസലാക്കാൻ വരും, ലൈസൻസ് സസ്പെൻഡ് ആക്കാൻ വരും, എല്ലാത്തിനും വരും. അതാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് മനസ്സിലായിക്കും.